നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം ഇപ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്, വി.ഡി. സതീശനാണ് എന്നൊക്കെ പറയുമ്പോഴും കേരളത്തിന്റെ ഭരണം ഇപ്പോഴും പിണറായിയുടെ കയ്യിലാണോ എന്ന് തോന്നുന്ന ചില സംശയങ്ങൾ. പിണറായിയാണ് കേരളത്തിന്റെ ഭരണം, അതിന്റെ ചരട് വലിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന ചില കാര്യങ്ങൾ. ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരൻ ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങൾ ഇപ്പോൾ അത്തരം കാര്യങ്ങളുടെ സംശയങ്ങൾ കൂട്ടുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം വളരെ നിർണായകമായിട്ടുള്ള ഒരുപാട് കുടുംബങ്ങൾക്ക് ആശ്വാസമായിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണീരിന് നീതി നൽകുന്ന ഒരു മറുപടി എന്നോണമാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. അതായത് കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്ന കേരയിൽ പദ്ധതി അത് നിർത്തലാക്കുന്നു, അത് വേണ്ട എന്നുള്ള തീരുമാനം. ആ ഒരു പദ്ധതി വേണ്ട എന്ന് തീരുമാനിക്കുമ്പോഴും അവിടെ ചോദ്യചിഹ്നമായി മാറുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് 75 കോടിയോളം ഒരു കാര്യവുമില്ലാതെ ചെലവാക്കിയിട്ടുള്ള മുൻ സർക്കാരിനെതിരെ, മുൻ ഭരണകൂടത്തിനെതിരെ, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ നടപടിയെടുക്കാൻ ഇവിടുത്തെ നിലവിലത്തെ സർക്കാരിന് സാധിക്കില്ലേ എന്നുള്ള ചോദ്യം. അതോ അവരെ ഭയന്നിട്ടാണോ ഈ പറയുന്ന നടപടികളിൽ നിന്ന് പിന്മാറുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ജി ശക്തിധരൻ ഇപ്പോൾ ഉന്നയിക്കുന്നത്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിലൂടെ പിണറായി സർക്കാരിന്റെ ധൂർത്തും കെടുകാര്യസ്ഥതകളും തുറന്നടിച്ചിരുന്ന മാധ്യമ പ്രവർത്തകൻ ഇപ്പോൾ വീണ്ടും രംഗത്തേക്ക് എത്തുകയാണ്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെ: മുഖ്യമന്ത്രിക്ക് ഭ്രാന്തായിരുന്നു, മഞ്ഞക്കുറ്റി അടുപ്പിച്ച മുൻ മുഖ്യമന്ത്രിക്ക് ഭ്രാന്തായിരുന്നു. കേരളത്തിൽ നടക്കാത്ത സിൽവർ ലൈനിന്റെ പേരിൽ മഞ്ഞക്കുറ്റി തകർത്തടിച്ച് 75 കോടിയിലേറെ രൂപയുടെ നഷ്ടം ഖജനാവിന് വരുത്തിവെച്ച മുൻ മുഖ്യമന്ത്രിയുടെ മനോനില പരിശോധിക്കേണ്ടതാണ് എന്ന് എന്താണ് ആരും പറയുന്നില്ല? ഈ പണാപഹരണത്തിന് സർക്കാർ കൂട്ടുനിൽക്കുകയായിരുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും തെറിച്ചിട്ടും UDF-ന് ഭയമാണോ എന്ന് ശക്തിധരൻ ചോദിക്കുന്നു. സിൽവർ ലൈൻ ഉപേക്ഷിച്ചത് കൊണ്ട് അതിന്മേൽ കാട്ടിക്കൂട്ടിയിട്ടുള്ള കൊടും ദ്രോഹങ്ങൾ ആവിയായി പോകുമോ? ഇതാണോ ജനാധിപത്യ ബോധമുള്ള ഒരു സർക്കാരിന്റെ കടമ? ഒരു KSRTC ബസിന്റെ ചില്ല് പൊടിച്ച് യാത്രക്കാരിയുടെ 1/4 ലക്ഷം രൂപയുടെ പിഴ, അതായിരുന്നു കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപുള്ള വാർത്ത. അത്തരത്തിൽ സർക്കാർ പണം ഈടാക്കുമ്പോൾ 75 കോടിയിലേറെ രൂപ അപഹരിച്ച പിണറായി വിജയന്റെ മുന്തി അറുത്ത് വെപ്പിക്കാൻ ഇവിടത്തെ ഒരു നിയമവുമില്ലേ എന്നാണ് ചോദ്യം. ഒരുത്തനും ഇവിടെ ഇല്ലേ? സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്ര അനുമതി ഇല്ലാതെയാണ് ഇത്രയും പണം അമുക്കിയതെന്ന് ആർക്കാണ് അറിയാത്തത്? ഇത്തരത്തിൽ ഖജനാവ് കൊള്ളയടിക്കുന്നവരോട് ഭരണകൂടം ഉദാരമായി പെരുമാറുന്നത് സത്യപ്രതിജ്ഞ ലംഘനമല്ലെന്നാണ് ജി ശക്തിധരൻ ചോദിക്കുന്നത്. മാപ്പർഹിക്കാത്ത കുറ്റം തന്നെയല്ലേ? കേന്ദ്രാനുമതി ഇല്ലാത്ത പദ്ധതിയുടെ പേരിൽ സംസ്ഥാന ഖജനാവിൽ നിന്ന് ഭീമമായിട്ടുള്ള തുക അപഹരിച്ചത് പിണറായിയുടെ കുടുംബ സ്വത്ത് ആയതുകൊണ്ടാണോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മുഖ്യമന്ത്രിയുടെ പാർശ്വവർത്തികൾക്ക് ചാകരക്കാലമായിരുന്നില്ലേ ആ സമയം? പേര് പറഞ്ഞ് എഴുതണോ മടിയില്ല? എന്തുകൊണ്ടാണ് ഉന്നത ഉദ്യോഗസ്ഥരും പണ്ഡിതരും ഇതെല്ലാം ലാഘവ ബുദ്ധിയോടെ എടുക്കുന്നത്? എത്ര നിരുത്തരവാദിത്വപരമായിട്ട് ഭരണ നേതൃത്വമേ ബ്യൂറോക്രസിയോ പെരുമാറിയാലും ഒരു ചുക്കും ഇവിടെ സംഭവിക്കില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? ഇത്തരത്തിലുള്ള പൊതുമുതൽ അപഹരണങ്ങൾക്ക് എതിരെ എത്രയോ വമ്പന്മാരെ പ്രധാനമന്ത്രി മോദി കാരാഗൃഹത്തിൽ അടച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ അതേ പ്രധാനമന്ത്രി ഉമ്മ കൊടുക്കുന്നു. അതാണ് അന്തർധാര. കേരളത്തിൽ സിൽവർ ലൈനിന്റെ പേരിൽ നടന്ന കൊള്ള ഗൗരവപരമായിട്ടുള്ള അക്കാദമീയ പഠന വിഷയമാക്കണം. ഏറ്റവും ചുരുങ്ങിയത് കാക്കനാട്ടെ മീഡിയ അക്കാദമി വിദ്യാർത്ഥികളെങ്കിലും ഇങ്ങനെ ഒരു പ്രൊജക്ടിന്റെ മേൽ പഠനം നടത്തേണ്ടതുണ്ട്. ഏതൊക്കെ വെള്ളാനകളാണ് ഖജനാവ് അപഹരിച്ചത് എന്ന് പുറത്തു വരേണ്ടതുണ്ട്. എങ്ങനെയാണ് ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടത് എന്നതും വ്യക്തമാക്കപ്പെടണം. നിയമവ്യവസ്ഥ കൂച്ചുവിലങ്ങിടപ്പെട്ടത് എങ്ങനെയാണ് എന്നും പരിശോധിക്കേണ്ടതാണ്. ഈ കൊള്ള ഇനി ആവർത്തിച്ചുകൂടാ എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. എന്തായാലും വളരെ സുപ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും സംശയങ്ങളും ആക്ഷേപങ്ങളുമാണ് ജി ശക്തിധരന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതേസമയം നമ്മൾ ഈ കേരളവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നടക്കാത്ത പദ്ധതി ഒരിക്കലും നടക്കാൻ പോകില്ലെന്ന് ഉറപ്പുള്ള പദ്ധതിയായിരുന്നു. ആ ഒരു പദ്ധതിയുടെ പേരിൽ കേരളത്തിന് വലിയ രീതിയിലുള്ള നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. സാമ്പത്തിക പ്രതിസന്ധി കാലഘട്ടത്തിലും അതൊന്നും വിലക്കെടുക്കാതെയായിരുന്നു പിണറായി സർക്കാരിന്റെ ഈ പദ്ധതിക്ക് മേലുള്ള ചിലവ്
ഇടപെടൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടക്കണക്കുകളാണ് ഇപ്പോൾ കേരളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നതും. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ GPR തയ്യാറാക്കൽ ഉൾപ്പെടെ നടപടികളുമായിട്ട് മുന്നോട്ട് പോയൊരു പദ്ധതിയാണ് ഇത്. ഇതിന്റെ ഭാഗമായി പഠനങ്ങൾ നടന്നു. 63,000-ഓളം കോടി ചെലവിൽ പദ്ധതി പൂർത്തിയാക്കാമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം. ചെലവിന്റെ 80% ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസിയിൽ നിന്ന് വായ്പയായും ബാക്കി തുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതമായ പദ്ധതിയിലേക്ക് എത്തിക്കുമെന്നായിരുന്നു ധാരണ. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ കേന്ദ്ര സർക്കാരിന് GPR സമർപ്പിക്കപ്പെട്ടു. രണ്ടാം പിണറായി സർക്കാരാണ് സിൽവർ ലൈനു വേണ്ടി അതിശക്തമായി രംഗത്തേക്ക് ഇറങ്ങുന്നത്. GPRലെ വിവരങ്ങൾ അപൂർണമാണെന്നും പദ്ധതി കേരളത്തിലെ സാഹചര്യത്തിന് യോജിച്ചതല്ല എന്നുമുള്ള വാദവുമായി പ്രതിപക്ഷം അപ്പോൾ തന്നെ രംഗത്തുണ്ടായിരുന്നു. കേരളത്തെ മതിൽ കെട്ടി വിഭജിക്കുകയാണ് എന്നും 20,000-ലധികം കുടുംബങ്ങൾ വഴിയാധാരമാകപ്പെടുകയാണ് എന്നും അന്ന് തന്നെ ആരോപിക്കപ്പെട്ടു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് പാരിസ്ഥിതിക ആശങ്കകളാണ് അതിൽ പ്രധാനമായിട്ടും ഉയർന്നു നിന്നത്. പദ്ധതി സംസ്ഥാനത്തിന്റെ കടബാധ്യത വർദ്ധിപ്പിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധരും മുന്നറിയിപ്പ് നൽകിയതാണ്. യാത്രാ നിരക്ക് സാധാരണക്കാർക്ക് പ്രാപ്യമാകുന്നതാണോ എന്നുള്ള സംശയവും ഉണ്ടായിരുന്നു. ഇതിനൊപ്പം തന്നെ സംസ്ഥാനത്ത് സമര പരമ്പരകൾ അരങ്ങേറി. കോഴിക്കോട് കാട്ടിലപ്പിടികയിലും കോട്ടയം ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിലെ സമരങ്ങളും കേരളമാകെ ചർച്ച ചെയ്യപ്പെട്ടു. ഇതിനിടയിലും പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുകയായിരുന്നു സർക്കാരിന്റെ തീരുമാനം. കേരളയിൽ വന്നാൽ പാലക്കാട്ടെ കൂറ്റനാട് നിന്ന് കുടുംബശ്രീ പ്രവർത്തകർക്ക് അപ്പമുണ്ടാക്കി കൊച്ചിയിൽ കൊണ്ടുപോയി വിറ്റ് ഉച്ചഭക്ഷണത്തിന് മുമ്പ് തിരികെ എത്താൻ കഴിയുമെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരാമർശം പിന്നീട് വലിയ രാഷ്ട്രീയ പരിഹാസ്യമായി മാറിയതാണ്. അപാകതകളുള്ള അപൂർണമായിട്ടുള്ള GPRമായി ഭൂമിയെടുപ്പ് സർവേക്കായി കല്ലുകൾ സ്ഥാപിച്ചത് മറ്റൊരു സമര പരമ്പരയ്ക്കാണ് തുടക്കം കുറിച്ചത്. സ്വകാര്യ സ്ഥലങ്ങളിൽ കല്ലുകൾ സ്ഥാപിക്കാനുള്ള സർക്കാർ നീക്കങ്ങൾക്കെതിരെ ജനരോഷം ഉയരുകയും ചെയ്തു. അടുക്കളപ്പുറത്ത് മഞ്ഞക്കുറ്റി സ്ഥാപിക്കാനുള്ള സർക്കാർ ശ്രമത്തിനെതിരെ സമരക്കാർ പ്രതിരോധം ഉയർത്തുകയും ചെയ്തു. പോലീസും പ്രതിഷേധക്കാരുമാണ് പിന്നീട് ഏറ്റുമുട്ടുന്നത് കേരളം കണ്ടത്. പോലീസ് നടപടികൾക്കെതിരെ വൈകാരിക പ്രതികരണങ്ങളാണ് ഉണ്ടായത്. സമരക്കാർക്ക് പിന്തുണയുമായിട്ട് അന്നത്തെ പ്രതിപക്ഷവും BJPയും ഒക്കെ രംഗത്തുണ്ടായിരുന്നു. ശക്തമായ ജനരോഷത്തെ തുടർന്ന് മഞ്ഞക്കുറ്റികൾ സ്ഥാപിക്കുന്നത് സർക്കാർ നിർത്തിവെക്കേണ്ടി വന്നു. GPRലെ സാങ്കേതിക വിവരങ്ങൾ വ്യക്തമല്ലെന്ന് കാണിച്ച് കേന്ദ്ര സർക്കാർ അനുമതി നൽകുന്നത് നീട്ടിവെച്ചതാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടിയായത്. സിൽവർ ലൈൻ കേന്ദ്രത്തിന്റെ നിലപാടുകൾ പലതവണ മാറി മറിഞ്ഞുകൊണ്ടിരുന്നു. ചിലപ്പോൾ അനുകൂലമായി പ്രതികരിച്ച കേന്ദ്രം രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് വാക്കുമാറ്റുന്നതടക്കം നമ്മൾ കണ്ടു. എന്തായാലും സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി ചിലവാക്കിയത് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടുന്ന സിൽവർ ലൈൻ പദ്ധതിക്കായി സർക്കാർ ഖജനാവിൽ നിന്ന് 75 കോടിയോളം രൂപ ചിലവഴിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ. തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് എന്നീ 11 ജില്ലകളിലായിട്ട് ഏകദേശം 1221 ഹെക്ടർ ഏറ്റെടുക്കാനുള്ള നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സാമൂഹികാഘാത പഠനത്തിനായി നാട്ടിയിട്ടുള്ള മഞ്ഞക്കുറ്റികൾ പറിച്ചതിന്റെ പേരിൽ ഇപ്പോഴും നിലനിൽക്കുന്ന 50-ലേറെ കേസുകളാണ് കോടതിയിലുള്ളത്. പദ്ധതിയുടെ സാമൂഹികാഘാത പഠനത്തിനായി 11 ജില്ലകളിലായിട്ട് 6,737 മഞ്ഞക്കുറ്റികളായിരുന്നു സ്ഥാപിച്ചത്. ഏറ്റവും കൂടുതൽ മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചത് കാസർഗോഡാണ്, 1,651 എണ്ണം. തിരുവനന്തപുരത്ത് 803, 721 കുറ്റികൾ കൊല്ലത്ത്, 208 കുറ്റികൾ ആലപ്പുഴയിൽ, കോട്ടയത്ത് 439, എറണാകുളത്ത് 947, തൃശൂർ 68, കോഴിക്കോട് 322, മലപ്പുറത്ത് 311, കണ്ണൂരിൽ 1,267 കുറ്റികൾ എന്നിങ്ങനെയാണ് അതിന്റെ കണക്ക്. എന്തായാലും ഒടുവിൽ പരിസ്ഥിതി വിഷയങ്ങളിൽ വ്യക്തത വരാതെ മുന്നോട്ടുള്ള അനുമതി നൽകാനാവില്ല എന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി 2022 മാർച്ചിൽ പ്രഖ്യാപിച്ചതോടെ സർക്കാരിന് ഈ പദ്ധതിയുടെ പേരിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു. എന്നാൽ സാമൂഹിക ആഘാത പഠനം തുടരാൻ അന്നും 2022 സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയായിരുന്നു. പക്ഷേ 2 മാസത്തിനപ്പുറം വായ്പാ നീക്കം പാളിയതോടെ പദ്ധതി വീണ്ടും അനിശ്ചിതത്തിലായി. തുടർന്ന് ഭൂമി ഏറ്റെടുക്കാനുള്ള റവന്യൂ ഉദ്യോഗസ്ഥരെ പിൻവലിക്കാനും കേന്ദ്ര സർക്കാർ അനുമതി ലഭിച്ച ശേഷം മാത്രം പഠനം തുടരാനും റവന്യൂ വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. 2019 ഡിസംബറിൽ റെയിൽവേ ബോർഡ് തത്വത്തിൽ അംഗീകാരം നൽകിയതിന് മാത്രമേ
സിൽവർ ലൈൻ പദ്ധതിക്ക് കഴിഞ്ഞ 7 വർഷത്തിനിടെ കേന്ദ്രം വീശിയ ഒരു പച്ചക്കൊടി എന്ന് പറയാൻ ഉദാഹരണമായിട്ടുള്ളൂ. 2020 ജൂണിൽ സമർപ്പിച്ച GPR 3 വർഷത്തോളം കയ്യിൽ വച്ച ശേഷമാണ് കേന്ദ്രം തിരുത്തൽ നിർദ്ദേശിക്കാൻ വേണ്ടി നൽകിയത്. എന്നാൽ കേന്ദ്രം നിർദ്ദേശിച്ച തിരുത്തലിന് വഴങ്ങാൻ സംസ്ഥാനം തയ്യാറായുമില്ല. ഈ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനിടയിലാണ് ബലപ്രയോഗത്തിലൂടെയുള്ള സാമൂഹികാഘാത പഠനം എന്ന പേരിൽ ജനങ്ങളുമായിട്ട് ഏറ്റുമുട്ടുന്നത്. 80 ലക്ഷം രൂപ ചെലവിട്ട സാമൂഹികാഘാത പഠനം ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരികയായിരുന്നു. പദ്ധതി കടന്നു പോകുന്ന 11 ജില്ലകളിലും സിൽവർ ലൈൻ വിരുദ്ധ സമര സമിതി പ്രവർത്തകർക്കെതിരെ കേസുകളുണ്ട്. ചെങ്ങന്നൂരിൽ സിന്ധു എന്ന സ്ത്രീ ജയിൽവാസം അടക്കം അനുഭവിച്ചു. ഏകദേശം 2000-ഓളം കേസുകളാണ് ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ചെലവിടുകയും ചെയ്തു. കൺസൾട്ടൻസി ഫീസ് ആയിട്ട് ഈ പദ്ധതിയുടെ പേരിൽ 30,80,85,000 രൂപ ആണ് ചെലവിട്ടിരിക്കുന്നത്. സാമൂഹികാഘാത പഠനത്തിന് വേണ്ടി 79,39,040 സർവേ ജോലികൾക്ക് വേണ്ടി 3,42,70,5,000 മഞ്ഞക്കുറ്റി സ്ഥാപിക്കാൻ വേണ്ടി 1,62,000 തുടങ്ങി വലിയ ഒരു കണക്ക് തന്നെയാണ് ഇതിന്റെ പേരിൽ കേരളത്തിന് നഷ്ടമായിരിക്കുന്നത്. ഈ തുകകൾ പൊതുജനങ്ങളുടെ തലയിൽ തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത.